ഹായ് ഫ്രണ്ട്സ്, ഇന്നും വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വിഭവം തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കൂൺ തോരൻ, ചിപ്പിക്കൂൺ വെച്ചിട്ടുള്ളൊരു തോരനാണ്. കൂൺ ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളത്തിൽ നല്ല വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണ്ടിച്ചെടുക്കാം. അത് ആ കട്ടിയുള്ള ഭാഗം ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് കണ്ടിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിതെല്ലാം കൈകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ കീറി കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടിച്ചെടുക്കാൻ പറ്റും. കത്തിയൊന്നും ഉപയോഗിക്കേണ്ട. ഇനി ഇതെല്ലാം ഒന്ന് ഒരുക്കിക്കൊണ്ട് വരട്ടെ. കൂണെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ചേരുവകൾ എടുത്തിട്ടുണ്ട്. തോരൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളി, 2 തണ്ട് വറ്റൽമുളക്, 4 പച്ചമുളക്, തേങ്ങായ, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക. 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ആവുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെളിച്ചെണ്ണയിൽ തന്നെ കൂൺ വിഭവങ്ങളെല്ലാം ചെയ്യാനായിട്ട് നോക്കണം. അന്നേരം നമ്മൾ ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി പച്ചമുളകും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയും പച്ചമുളക് ഒന്ന് മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിപ്പിക്കൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കൂടെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സിയിലോ അല്ല അരകല്ലിലോ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുമ്പോൾ. കൂണിനകത്ത് ധാരാളം വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തേങ്ങ ഉള്ളിലേക്കാകുന്നത് പോലെ ഒന്ന് സൈഡിൽ നിന്ന് ഒതുക്കി കൊടുക്കാം. ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചൊന്ന് 5 മിനിറ്റേക്ക് മൂടി വെക്കാം. അത് മീഡിയം ഫ്ലെയിമിലാക്കിയിരിക്കണം. 5 മിനിറ്റിന് ശേഷം നമുക്കിന്ന് തുറന്ന് നോക്കാം. ചെറുതായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1.5 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പം കൂണ് ഇതിൻ്റെ പകുതിയായി പോവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ തന്നെ കൂണിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ മൂടി വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മളിത് വേവിക്കാനായിട്ട്. നന്നായിട്ട് വെള്ളമുണ്ട്. അതുപോലെ തന്നെ കൂണിന് നല്ല വേവുമുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇപ്പോഴും വെള്ളമയം തീർത്തും മാറിയിട്ടില്ല. നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. കൂണിലെ വെള്ളത്തിൻ്റെ അംശം എല്ലാം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത് വരുന്ന സമയത്ത് വെള്ളമായി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ആ കൂടെ തന്നെ നന്നായിട്ട് കറി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം നല്ലൊരു കോമ്പിനേഷനാണിത് തോരൻ. ഞാനിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് മഷ്റൂം. എങ്ങനെ കറി വെച്ചാലും മസാലക്കറി വെച്ചാലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്.
ഇനി മഷ്റൂം കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.